ഷേക്ക് എടുക്കുക. കൈ ഇങ്ങനെ പിടിക്കുക, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, താമരപ്പൂ വിരിയുന്ന വരിക. ലവ് ലവ്. ഇത് ഇന്ത്യൻ ഗ്രീറ്റിംഗ്സ്. നമസ്തേ. വെസ്റ്റേൺ ഗ്രീറ്റിംഗ്സ്, ഡബിൾ ഹാൻഡ് ഗ്രീറ്റിംഗ്സ്. ജീവിതത്തിൽ ചിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്. എന്നാല് 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചിരിച്ച് വേൾഡ് റെക്കോർഡ്, ഇന്ത്യൻ വേൾഡ് റെക്കോർഡും ഏഷ്യൻ വേൾഡ് റെക്കോർഡും വേൾഡ് റെക്കോർഡ്, ഗോൾഡൻ ബുക്ക് ഓഫ് 2 ലോക റെക്കോർഡ്, അങ്ങനെ നിരവധി റെക്കോർഡുകൾ 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സുനിൽ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് എൻ്റെ ജനിച്ചതും വളർന്നതും. എറണാകുളം സെറ്റിൽഡ് ആണ്. 38 വർഷമായിട്ട് ഫാഷൻ ഡിസൈനറാണ്. 12 വർഷമായിട്ട് ലാഫ്റ്റർ യോഗ ചെയ്യുന്നു. സുനിൽകുമാർ സാറേ, എന്താണ് ഈ ലോഫർ യോഗ എന്ന് പറഞ്ഞാല്? 1995 ഡോക്ടർ മദൻ കടാരിയ MBBS ഡോക്ടറാണ്. അദ്ദേഹമാണ് ഇതിന് രൂപകൽപ്പന ചെയ്തത്. ഒരു നാഷണൽ പാർക്കിൽ വെച്ചിട്ട്, ബോംബെയിലെ നാഷണൽ പാർക്കിൽ വെച്ചിട്ട്. അപ്പൊ അവര് 4 പേരെ വെച്ച്, 4 പേരും അവർ 5 പേരെ വെച്ചാണ് ഈ ലാഫ്റ്റർ യോഗ ലോഞ്ച് ചെയ്തത്. ഇതിന് 130 രാജ്യങ്ങളിലായിട്ട് 15 കോടി ആളുകൾ ഫോളോ ചെയ്യുകയും ഡെയിലി 5 കോടിയോളം ആളുകൾ എക്സസൈസ് ചെയ്യുന്ന ഒരു വലിയൊരു വേൾഡ് വൈഡ് പ്രോഗ്രാമാണ് ഇത്. പറഞ്ഞാല് ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത്. ജോക്സ് കുറെ കഴിയുമ്പോ തീർന്നു പോകും. കേട്ട ജോക്സ് വീണ്ടും കേട്ടാ ചിരിച്ചോളന്നില്ല. ജോക്സിനകത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരിയില്ല. 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയുള്ള ചിരിയുള്ളൂ നമുക്ക് ഈ നമുക്ക് ജോക്സിനകത്ത്, റിയൽ ലാഫ്. അപ്പൊ പിന്നെ ജോക്സ് പറയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. കേട്ടത് വീണ്ടും കേട്ടാൽ നമ്മൾ ചിരിക്കത്തില്ല. പിന്നെ മാത്രമല്ല 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരിയില്ലേ, അതാണ് നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ബെനിഫിറ്റ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. നമ്മള് ബോഡിയിൽ ഇങ്ങനെ മസാജ് ചെയ്യില്ല, ഒഴിച്ചിലൊക്കെ നടത്തിയത്. അപ്പൊ ഇന്റേണൽ ഓർഗനെ മസാജ് ചെയ്യണതാണ് ലാഫ്. ഒന്ന്. രണ്ടാമത്തായിട്ട് സ്ട്രെസ് കുറയും. മൂന്നാമതായിട്ട് നമുക്ക് പറഞ്ഞാല് നമ്മളെ ബോഡിയിലെ എല്ലാ ഓർഗണും ആക്ടിവേറ്റ് ആവും. നാലാമത്തായിട്ട് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിന്റെ അളവ് കുറയ്ക്കാനും, കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നം പറഞ്ഞാല് നമ്മളെ ഹാപ്പിനെസ് നമ്മൾ സ്വന്തം ഉണ്ടാക്കണം. മറ്റുള്ളവർ നമ്മളെ കയ്യിലേക്ക് കൊടുത്തിരുന്നില്ല. എന്ത് നമ്മൾ തന്നെയാണ് നമ്മളെ ഹാപ്പിനെസ്, നമ്മളിൽ തന്നെ അത് ഉണ്ടേനി. അതിനുള്ള അത് 10 മിനിറ്റ് 15 മിനിറ്റ് കണ്ടിന്യൂസ് ചിരിക്കുമ്പോൾ എൻഡോൾഫിൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാവും. ഈ എൻഡോൾഫിൻ ഹോർമോണാണ് നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻഡോൾഫിൻ മാത്രമല്ല, പിന്നെ നമ്മളെ ചിരിക്കുന്ന ആളുകളിൽ ഒരു എനർജി ഓറ ഉണ്ടാവും. ഈ എനർജി ഓറ നമ്മളെ ആളുകളെ ആകർഷിക്കും. നമ്മൾ ഫോണിലൂടെ സംസാരിച്ചാൽ പോലും ഈ എനർജി ഓറ വർക്കൗട്ട് ആവും. അത്ര എനർജിയാണ്. എന്തായാലും നമ്മള് ആളുകൾ നമ്മൾ കൊടുത്ത അപ്പത്തിന് കിട്ടും ഈ സാധനം. വേറെ നമ്മൾ എന്ത് കൊടുത്താലും അപ്പം കിട്ടില്ല. നമ്മൾ ഒരാളെ നോക്കി ചിരിച്ചാൽ, ഒരു സദസ്സിനെ നോക്കി, ഒരാളെ നമ്മളെ സദസ്സിനെ നോക്കി ചിരിക്കണമെങ്കിൽ മുഴുവൻ സദസ്സ് നമ്മളെ നോക്കി ചിരിക്കുക. അപ്പൊ അത്ര എനർജറ്റിക് ഒരു മന്ത്രം തന്നെയാണ് ഈ ലാഫ്റ്റർ യോഗ. അപ്പൊ അങ്ങനെയാണ് സാറേ, 4 മണിക്കൂറിലധികം ഇരുന്ന് ചിരിച്ചിട്ടാണ് ഈ ലാഫ്റ്റർ യോഗ. എങ്ങനെയാണ് ആ റെക്കോർഡ്, എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ പറ്റിയത്? റെക്കോർഡ് പിന്നെ വേറെ പലതരത്തിലുള്ള റെക്കോർഡുകളും നമുക്ക് ഇതിലൂടെ ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 മണിക്കൂർ 1 മിനിറ്റ് 14 സെക്കൻഡാണ് നമ്മൾ കണ്ടിന്യൂസ് ചിരിച്ചത്. ഈ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, വാഷ്റൂം പോകാൻ പാടില്ല. ഈ ലോഫർ യോഗ ഒരുപാട് ആരോഗ്യകരമായിട്ട് ഒരുപാട് ബെനിഫിറ്റുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന് നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 1-2 കാര്യങ്ങളെ കുറിച്ച് ഏതൊക്കെ എന്താണ് ഈ ലോഫർ യോഗ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റും? ഓക്കെ. ഇത് നമ്മളെന്താ വെച്ചാല്, ഇത് 4 സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാപ്പിംഗ്. ക്ലാപ്പിംഗ് പറഞ്ഞാൽ ഒരു വിരലിന്റെ ഉൾപ്പെടെ ഈ വിരൽ കാണാൻ പാടില്ല. ഇത് നമ്മളെ അക്യുപ്രഷർ പോയിന്റ്സ് ഉണരുന്നതിനും നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കാനും സഹായിക്കും. 39ഓളം അക്യുപ്രഷർ പോയിന്റ്സുകൾ നമ്മളെ വിവിധ ഓർഗനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൈൻ്റെ ഉള്ളം കയ്യിലുണ്ട്. പിന്നെ 1 2 1 2 3 1 2. ഇത് ചിരി കഴിയുമ്പോ ഹൂ ഹൂ ഹാ 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 ഹൂ ഹൂ ഹാ 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 ഹൂ ഹൂ ബ്രീത്ത് ഔട്ട് ആവണം, ഹാ 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 ബ്രീത്ത് ഇൻ ആവണം. ബ്രെയിൻ അറിയില്ല നമ്മൾ റിയൽ ലാഫാണോ ഫേക്ക് ലാഫാണോ ചെയ്യുന്നത്.
പിന്നെ 4 സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാപ്പിംഗ്, സെക്കൻഡ് ബ്രീത്തിങ്, തേർഡ് ഫോർ ചിൽഡ്രൻ ഫോർ പ്ലേഫുൾനെസ്, 4 ലാഫ്റ്റർ യോഗ എക്സസൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ കൊടുക്കാനൊക്കെ പറ്റും. അത് മൂവ്മെന്റും കൂടി കിട്ടുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ വളരെ സഹായിക്കും. മാത്രമല്ല യോഗയിലെ ബ്രീത്ത് എടുക്കന്മാർ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പൊട്ടിച്ചിരിക്കുക, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പൊട്ടിച്ചിരിക്കുക. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. ഓരോ ലാഫ് കഴിയുമ്പോഴും വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് പറയുമ്പോൾ നമ്മളിലും അന്തരീക്ഷത്തിലും പോസിറ്റീവ് എനർജി നിറയുകയും എന്ന് പറയുമ്പോൾ മുൻവശത്തെ കാല് നിലത്ത് ഉറപ്പിച്ചത്, പുറകുവശത്തെ കാല് പൊക്കി വെച്ച് കഴുത്ത് മുഴുവൻ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം എന്ന് പറയാം. ഒരു ലോട്ടറി അടിച്ചാൽ നമ്മൾ എന്താ പറയും? ഒരു ഗോൾ അടിച്ചാൽ നമ്മൾ എന്താ പറയും? നമുക്ക് ലഭിക്കാത്ത ലഭിച്ചാൽ എന്താ പറയും? അപ്പൊ അത് നമ്മളെ പവർ പോയിന്റ് ആണെങ്കിലും ബോഡിയിലേക്ക് വേണ്ട പമ്പിങ്ങിൽ നടക്കുന്നതിനും നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ലാഫാക്കും. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ലാഫാകുന്ന ചിലപ്പോൾ 2 കപ്പിൽ മിൽക്ക് ഷേക്ക് എടുക്കുക, കൈയിനെ പിടിക്കുക, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, താമരപ്പൂ വിരിയുന്ന വരിക, ലവ് ലാഫ്. ഇത് ഇന്ത്യൻ ഗ്രീറ്റിംഗ്സ്, നമസ്തേ ലാഫ്, വെസ്റ്റേൺ ഗ്രീറ്റിംഗ്സ്, ഡബിൾ ഹാൻഡ് ഗ്രീറ്റിംഗ്സ്. പിന്നെ ഹഗ് ചെയ്യാം. ഹഗ് പറഞ്ഞാൽ വളരെയധികം എനർജറ്റിക് ആണ്. എന്നുവെച്ചാല് നമ്മളെ ഹൃദയവും ഇദ്ദേഹത്തിന്റെ ഹൃദയവും ഒന്നാണെന്നും ഒരു 20 സെക്കൻഡോളം നിർത്തി പുറത്ത് തട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവിധ അസുഖങ്ങളും പറക്കും. സ്ട്രെസ്, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഏറ്റവും എഫക്റ്റീവ് മന്ത്രയാണിത്. ഇത് ഏകദേശം നമുക്കൊരു 350 മുതൽ 400 വരെ സ്റ്റഡീസ് നമുക്കിപ്പോൾ ഉണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈ വിത്തൗട്ട് എനി റീസൺ, റിവേഴ്സ് ആർ ഫ്ലോയിങ് വിത്തൗട്ട് എനി റീസൺ, വി ഷുഡ് ലവ് വിത്തൗട്ട് എനി റീസൺ. അതായത് ആളുകൾ പലപ്പോഴും പല കാരണങ്ങളും വേണ്ടി വരും അവർക്ക് ചിരിക്കാൻ, സന്തോഷിക്കാൻ. എന്നാല് നമ്മള് കാരണമില്ലാതെ തന്നെ സുനിൽകുമാർ സാർ പറയുന്നത്, അതായത് ഡ്രസ്സുകൾ തയ്ച്ചു തരുന്ന ഒരാളാണ്. അപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ തയ്ച്ചു തരാൻ കഴിയുന്ന നമ്മുടെ സുനിൽകുമാർ സാറ് മറ്റുള്ളവരുടെ എല്ലാവരും ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ചിരികൾ വരെ തയ്ച്ചു തരാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. ലോകത്തിൽ മുഴുവൻ ഈ ചിരി പടരട്ടെ. മാത്രമല്ല 130 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ലോഫർ യോഗയുടെ കേരളത്തിലെ അംബാസിഡറും കൂടിയാണ്. താങ്ക് യു സാർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം സന്തോഷം.